നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ. എൻ്റെ സുഹൃത്തും സീനിയറുമായ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡോറിൽ 10 പേർ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ തരുന്ന വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ള വാർത്ത വന്നേക്കുന്നു. അത് ഇൻഡോർ ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇൻഡോർ വർഷങ്ങളായി BJP സർക്കാർ വന്നേ പിന്നെ സ്വച്ഛ ഭാരത് സർവേ ഉണ്ട്. അതിൽ ഏറ്റവും ക്ലീൻ സിറ്റിയാണ്, സ്മാർട്ട് സിറ്റിയാണ്. അതായത് ഈ BJP സർക്കാർ ചെയ്യുന്ന ഒരു ബ്രാൻഡിങ് ഉണ്ട്. ചില സിറ്റികളുടെ ഇതിൽ ബ്രാൻഡിങ് പ്രോസസ്സുകളുണ്ട്. ഇതൊന്ന് സ്വച്ഛ ഭാരതാണ്, മറ്റേത് സ്മാർട്ട് സിറ്റി. അതിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഇൻഡോറിലെ 10 പേർ മുനിസിപ്പൽ വെള്ളം കുടിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പുതിയ തിരുവനന്തപുരം മേയർ തിരുവനന്തപുരത്തെ സ്വർഗമാക്കുന്നുള്ള മട്ടിൽ ചില ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതായത് ഈ ബ്രാൻഡിങ് ആണോ താഴേക്കരയിലുള്ള ഈ വികസനം എന്ന് പറയുന്നത്? എന്താണ് വികസനം? നിങ്ങൾക്ക് ക്ലീൻ സിറ്റിയിലും സ്മാർട്ട് സിറ്റിയിലും നിങ്ങൾക്ക് കുടിവെള്ളം നേരാമണ്ണം കൊടുക്കാൻ കഴിയുന്നില്ല മുനിസിപ്പാലിറ്റിയെങ്കിൽ എന്താണ് നിങ്ങൾ സ്വച്ഛ ഭാരതം കൊണ്ടും സ്മാർട്ട് സിറ്റി കൊണ്ടും വികസനം കൊണ്ടും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയുടെ ഈ വികസന സങ്കല്പത്തിന്റെ ഒരു പൊടിച്ചെഴുത്തിലല്ലേ ഇൻഡോറിൽ നടന്നിരിക്കുന്നത് സർ? അതെ ചെറിയ 100% ഏറ്റവും ഒടുവിലത്തെ പൊളിച്ചെഴുത്ത്. ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് ആദ്യത്തേതല്ല. ഈ അമൃതകാലം, സ്വച്ഛ ഭാരതം ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള അതിതീവ്ര ദേശീയതയിൽ പൊതിഞ്ഞ മുദ്രാവാക്യങ്ങൾ, ഒരു ഒട്ടോപ്യൻ സങ്കല്പങ്ങൾ, മിത്തലോജിക്കൽ അച്ചീവ്മെന്റ്സ്, ഇത് കാണിക്കുക എന്നുള്ളത് എല്ലാ ഫാസിസ്റ്റുകളുടെയും ഒരു പ്രധാന ഇറ്റലിയിലും അങ്ങനെ, ഫ്രാൻസ്, ജർമ്മനിയിൽ അങ്ങനെയായിരുന്നു. ഏറ്റവും ചെറിയ നല്ല കാർ ഉണ്ടാക്കുന്നത് ഹിറ്റ്ലറിന്റെ കീഴിലായിരുന്നു. എന്താ കാറിന്റെ ബ്രാൻഡ്? ബീറ്റിൽ ആണ്. ഹിറ്റ്ലറുടെ കാലത്ത് ബീറ്റിൽ എന്ന സാധാരണക്കാരന് വേണ്ടിയുള്ള കൊച്ചു കാർ. അത് എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും എല്ലാ ഈ പറയുന്ന റേസിസ്റ്റ് ആയിട്ടുള്ള ഏകാധിപത്യങ്ങളും അവരുടെ പ്രദർശനത്തിന്റെ, അവരുടെ വിജയം പ്രദർശിപ്പിക്കാൻ ഉണ്ടാക്കുന്ന കെട്ടുകഥകളുടെ ഒരു കെട്ടഴിയലാണ് ഇപ്പോൾ നമ്മൾ ഇൻഡോറിൽ കണ്ടത്.